സത്യപ്രതിജ്ഞാ ലംഘനമാണ്. ഇപ്പോഴും രാജിവെക്കണം എന്ന് ആവശ്യപ്പെടാവുന്ന, പക്ഷെ ഞങ്ങൾ ആരും ആവശ്യപ്പെടില്ല. രാഹുൽ ഈശ്വർ അതിനൊരു മറുപടി നൽകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒന്ന്, ശബരിമല എന്ന ക്ഷേത്രത്തിലേക്ക് ഇതര മതവിശ്വാസികൾ ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ ഇത്തരമൊരു മാനുവൽ, ദേവസ്വം ബോർഡിന്റെ ഒരു മാനുവൽ വെച്ചുകൊണ്ട് ഒരു മന്ത്രി വരുമ്പോൾ അത് വാർത്തയാകുന്നു. എന്നാൽ അങ്ങനെ വരുന്നത് ശരിയല്ല എന്ന് പറച്ചിലുണ്ടാകുന്നു. രാഹുൽ ഈശ്വർ എന്ത് കാണുന്നു? ശബരിമലയിൽ ഒരു ഡിക്ലറേഷനും കൊടുക്കാതെ കഴിഞ്ഞ ഒരു 1000 വർഷമായി ബാബർ ഇരിപ്പുണ്ട്. ബാബറുടെ പേര് ബാബർ എന്നാണ്. അദ്ദേഹം ഒരു ഇസ്ലാം മത വിശ്വാസിയാണ്. ഇത് എരുമേലിയിലെ ക്ഷേത്രത്തിന്റെ ഫോട്ടോ ആണ്. ഈ ക്ഷേത്രം കാണുകയാണെങ്കിൽ ഇവിടെ ഒരു വാവര് നടയുണ്ട്. ആ വാവര് നടയുടെ പ്രത്യേകത ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ ബഹുസ്വരതയുടെ ഏറ്റവും വലിയ ചിഹ്നമാണ്. ഈ വാവര് നടയിൽ ഒരു വിഗ്രഹം വെച്ചിട്ടില്ല. അതിന്റെ കാരണം ഇസ്ലാം മത വിശ്വാസികൾക്ക് സഗുണാരാധന അല്ലെങ്കിൽ വിഗ്രഹാരാധന പാടില്ല. നമ്മളുടെ പൂർവികർ ഒരു മുസ്ലിം മതസ്ഥനെ ആദരിക്കാൻ തീരുമാനിച്ചപ്പോൾ അദ്ദേഹം ആഗ്രഹിക്കുന്ന രീതിയിൽ ആദരിക്കണം എന്ന് വിശ്വസിച്ചവരാണ്. ശബരിമലയിൽ പോകുന്ന വഴിയിൽ ഞങ്ങൾ എല്ലാവരും, ഞാൻ അടക്കമുള്ള എല്ലാവരും, അർത്തുങ്കലിലെ ക്രിസ്ത്യൻ പള്ളിയുണ്ട്, അവിടെ പള്ളികളിൽ പോയി നേർച്ച നേർന്ന് എരുമേലിയിലെ വാവരു പള്ളിയിൽ തൊഴുതിട്ടാണ് പോകുന്നത്. അപ്പോ ഞാൻ ഹിന്ദുത്വവാദിയാണ്, ഹിന്ദു സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതാണ്. നമുക്ക് വർഗീയവാദം വേണ്ട. നമ്മളുടെ ഹൈന്ദവം എന്ന് പറഞ്ഞാൽ ഒരു ഭാരതീയ സംസ്കാരത്തിനോട് ചേർന്ന് കിടക്കുന്ന ഒരു കാര്യമാണ്. വാവരും വെളുത്തയും ഇല്ലാതെ അയ്യപ്പന് പൂർണ്ണതയില്ല. ആ അയ്യപ്പന്റെ പൂർണ്ണത വരുന്നത് ഇതുപോലുള്ള എല്ലാ സമൂഹങ്ങളും ഉള്ളപ്പോഴാണ്. ഇത്തരം ചരിത്ര സത്യങ്ങൾ മറക്കരുത്. ഞാൻ ഒരിക്കലും CPM കാരനല്ല, ഞാൻ KT ജലീൽ സാറിന്റെ ആളല്ല. പക്ഷേ ശ്രീ KT ജലീൽ കാണിച്ചത് വലിയൊരു മാതൃകയാണ്. ശ്രീ KT ജലീൽ ചെയ്തത് നല്ലൊരു കാര്യമാണ്. കാര്യം നമ്മളുടെ ബഹുസ്വരതയുടെ ശക്തി വർദ്ധിക്കാനും മതസൗഹാർദ്ദത്തിന്റെ ശക്തി വർദ്ധിക്കാനും പ്രാക്ടീസിംഗ് മുസ്ലിമായ ഇസ്ലാമിക തത്വങ്ങൾ നന്നായി അറിയുന്ന, മനോഹരമായി സംസാരിക്കുന്ന KT ജലീലിനെ പോലെ ഒരു ഇടതുപക്ഷ പ്രസ്ഥാനം നിൽക്കുന്ന ആൾ വന്നത് സ്വാഗതം ചെയ്യപ്പെടണം. അതിനെ ഒരു രാഷ്ട്രീയത്തിന്റെയും കണ്ണിൽ കെട്ടേണ്ട കാര്യമില്ല. ഹിന്ദു ഐക്യം വേണം. അതിന് ഈ നാട്ടിലെ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും കുറ്റം പറഞ്ഞ ഐക്യം ഉണ്ടാവൂ. ഇല്ല, രാവിലെ കുറ്റം പറഞ്ഞത് ഒരു സെക്കൻഡ് അല്ലല്ല, ഒരു സെക്കൻഡ് ഇത് വാവരാണെന്നുള്ളത്, ഇത് വാവരല്ല. സ്വാമിജി കള്ളം പറഞ്ഞിട്ട് കാര്യമില്ല. ഇല്ലല്ലേ, ഞാൻ അത്രയും കടുപ്പിക്കണമെന്ന് വിചാരിച്ചാണ്. പച്ച കള്ളം പറഞ്ഞിട്ട് ഞാൻ പറയേണ്ടെന്ന് വിചാരിച്ചാണ്. പറയുന്നത് പച്ച കള്ളം വാവരെ കുറിച്ചും വെളുത്തെ കുറിച്ചും പറഞ്ഞിട്ട് അയ്യപ്പനെ വർഗീയവൽക്കരിക്കാൻ സമ്മതിക്കില്ല. അത് ശരിയല്ല. അയ്യപ്പനെ വർഗീയവൽക്കരിക്കണ്ട. അതുകൊണ്ട് അത് സ്വാമിജിയുടെ അല്ല, അത്രേ ഉള്ളൂ. ഇതിന്റെ മൊത്തം കച്ചവടം ഒരു വാവരില്ല എന്നും വാവൂരിനാണെന്ന് പറയുന്ന പച്ചക്കള്ളമാണ്. വെളുത്ത ക്രിസ്ത്യാനി അല്ലെന്ന് പറയുന്ന പച്ചക്കള്ളമാണ്. പച്ചക്കള്ളം പറയുന്നത് ഞാൻ ബ്രഹ്മചാരിക്ക് സമയം തരാം. പച്ചക്കള്ളം പറയുന്നത് അപരമത വിദ്വേഷത്തിന്റെ പേരിൽ ഹിന്ദുക്കളെ ഒരുമിപ്പിക്കാനുള്ള ഒരു സ്ട്രാറ്റജിയാണ്. ഈ നാട്ടിലെ ക്രിസ്ത്യാനിയെയും ഈ നാട്ടിലെ മുസ്ലിമിനെയും കുറ്റം പറഞ്ഞ് ഹിന്ദുക്കളെ ഒന്നാക്കണമെന്ന് പറയുന്ന ഒരു കാരണവശാൽ യോജിക്കാൻ കഴിയാൻ സ്ട്രാറ്റജിയാ. ഇനി ആരാ പറഞ്ഞെന്ന് ചോദിച്ചു. സാക്ഷാൽ കുമ്മനം ചേട്ടൻ വാവൂർസ്വാമിയുടെ ആൾക്കാരെ ആദരിക്കുന്ന ആളാ. അവസാനം വാവൂർസ്വാമിയുടെ പള്ളിയിലെ ആൾക്കാരെ കണ്ടത് ഹിന്ദു ഐക്യവേദിയുടെ അധ്യക്ഷനായി ശ്രീ കുമ്മനം രാജശേഖരൻ ഇരുന്നപ്പോ വാവൂര് പള്ളിയുടെ ആൾക്കാരെ വിളിച്ച് ആദരിക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ ഭാഗ്യം ലഭിച്ചൊരു വ്യക്തിയാണ് ഞാൻ. ഇത് പ്രശ്നം ഞങ്ങളുടെ ഹിന്ദു വലതുപക്ഷത്തിലെ ഒരു തീവ്ര പക്ഷമുണ്ട്. ആ പക്ഷത്തിന് ബാക്കി ആരെ ഇഷ്ടമല്ല. ബാക്കി എല്ലാരെയും കുറ്റം പറഞ്ഞാൽ മാത്രമേ നമ്മൾ ഒന്നാവൂ എന്ന് കരുതുന്ന തികച്ചും അബദ്ധജനധാരണയായി. പക്ഷെ വാവരില്ലെന്ന് പറയുന്നത് കള്ളമാണ്. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് 1000 വർഷം മുമ്പ് ഇല്ല നടന്നൊരു സംഭവത്തെ ജീവിച്ചിരുന്ന ആൾക്കാരെ ഇല്ലെന്ന് ഇന്ന് പറഞ്ഞിട്ട് എന്താ? എന്ത് തെളിവാ രാഹുൽ മുന്നിൽ? ഏത് തെളിവാ ഇല്ലാത്തത്? 1770 ചെമ്പ് പട്ടയം, പന്തളം കുടുംബം കൊടുത്ത ചെമ്പ് പട്ടയം. അഭിപ്രായം തീരുകയാണ്. എന്റെ ചെറുപ്പകാലത്തൊക്കെ ഞാൻ ശബരിമല പോയിട്ട് ഇപ്പോഴും പോകുന്നുണ്ട്. പണ്ടും വാവരുണ്ട്. വാവരെ കുറിച്ച് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവരുടെ കീർത്തനങ്ങൾ ഹിന്ദുക്കൾ പാടി നടന്നിട്ടുണ്ട്. ഇതൊക്കെ പണ്ടേ ഉള്ള കാര്യങ്ങളാണ്. ഇപ്പോഴാണ് ഇത്തരത്തിൽ വിവാദം മൂർച്ഛിച്ചതിന് കാരണം രാഷ്ട്രീയപരമായിട്ട് ആൾക്കാർ തമ്മിലടിക്കാനോ അല്ലെങ്കിൽ അത്തരത്തിൽ തർക്കത്തിലേക്ക് പോകാൻ വേണ്ടിയാണ്. ഗാനഗന്ധർവൻ യേശുദാസ് എത്രയോ വർഷങ്ങളായി നമ്മുടെ ശബരിമലയിൽ പോയിരിക്കണം. അപ്പോഴൊന്നും ഇല്ലാത്ത പ്രശ്നം ഐദ്യോഗികത്തിനായി ശ്രീ TM ജലീൽ പോകുമ്പോൾ എന്തിനാണ് ഇത്രയും പ്രശ്നം ഉണ്ടാക്കുന്നത്? വെറും രാഷ്ട്രീയവൽക്കരണമാണ് നടക്കുന്നത്. ഞാനൊരു 40-42 വർഷമായിട്ട് എരുമേലിയിൽ പോകുന്ന ആളാണ്. രാഘുൽ സാർ പറഞ്ഞ പോലെ വാവരെ സ്വാമി ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. എവിടെ എരുമേലി ആയാലും ശരി, ശബരിമല ആയാലും ശരി, അയ്യപ്പനെ തൊഴുന്നതിന് മുമ്പ് ഞങ്ങൾ വാവരെ തൊഴിട്ടാണ് അകത്ത് കയറുന്നത്. കള്ളം പറയേണ്ട ആവശ്യമില്ല. അതായത് ഹിന്ദു വലതുപക്ഷം, ഞാൻ ആ ഭാഗത്തെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. അതില് ഒരു നരേന്ദ്രമോദി ലൈനുണ്ട്.
പറഞ്ഞുകൊണ്ട് കള്ളം പറഞ്ഞുകൊണ്ട് പച്ച കള്ളം പറയാണ് എന്നെ കൊണ്ട് ഞാൻ സ്വാമി സന്ദീപാനന്ദ പോലെ പറയിക്കണം എന്നോട് സ്വാമിജി. ഞാൻ അങ്ങനെ കാര്യം മൈക്കെടുത്ത് കുമ്മൻ രാജശേഖരൻ ചേട്ടനോട് ചോദിക്കണം വാവരുണ്ടോന്ന്. പുള്ളി വാവരുണ്ടെന്നേ പറയൂ. ഞാൻ 100% പറയാം. കാര്യം കുമ്മൻ രാജശേഖരനാണ് അല്ല ഹിന്ദു ഐക്യവേദിയുടെ പ്രസിഡന്റായ BJP പറയട്ടെ സ്വാമിജി പറയട്ടെ അസഹിഷ്ണുത പറയട്ടെ കുമ്മന രാജശേഖരൻ ഹിന്ദു ഐക്യവേദിയുടെ പ്രസിഡന്റ് ആയിരുന്നു. BJPയുടെ പ്രസിഡന്റാണ്. കേരളത്തിലെ ഏറ്റവും മുതിർന്ന ഹിന്ദു ആക്ടിവിസ്റ്റ് ആണ്. ശബരിമലയ്ക്ക് വേണ്ടി പോരാടിയ വ്യക്തിയാണ്. കുമ്മനം ചേട്ടനോട് വാവറുണ്ടോ എന്ന് ചോദിച്ചാൽ കുമ്മനം ചേട്ടൻ പറയാം ഉണ്ട്. കാര്യം വാവര് സ്വാമിയുടെ ആൾക്കാരെ കുമ്മനം ചേട്ടനാ. ഇതിന്റെ പ്രശ്നം ഹിന്ദു വലതുപക്ഷത്തെ 2 ലൈനുകളുണ്ട്. ഒരു നരേന്ദ്രമോദി ലൈനുണ്ട്, ഒരു പ്രവീൺ തൊഗാഡിയ ലൈനുണ്ട്. നരേന്ദ്രമോദി ലൈൻ മതി, അതൊരു മൃദു ഹിന്ദുത്വമാണ്. 2 ഈ സാധ്വി പ്രാചി ലൈൻ നമ്മളെ നശിപ്പിക്കും. നമ്മളെ എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളെ നശിപ്പിക്കും, ഈ നാടിനെ നശിപ്പിക്കും. ഈ മുസ്ലിം വിരോധം ഹിന്ദുക്കളെ നശിപ്പിക്കും. ആ മുസ്ലിം വിരോധം ഉള്ളിലുള്ളതുകൊണ്ടാണ് ഇത്രയും സെൻസിറ്റീവായ ശബരിമല കേസിൽ ഈ പറയുന്ന ഒരു ഹിന്ദുത്വ പാർട്ടികൾക്കും ശബരിമലയെ രക്ഷിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ സഹായിക്കാൻ കഴിയാത്തത്. ഇല്ലെങ്കിൽ ഇവരുടെ ഭരണമിരിക്കുന്ന കാലത്ത് അത്യാവശ്യം ഒരു അഫിഡവിറ്റെങ്കിലും ഇതിന്റെ കൂടെ കൊടുക്കണ്ടേ? കൊടുക്കാൻ കഴിയാത്ത കാര്യം എന്താ അറിയോ? മുസ്ലിം പാസ്റ്റർ ലോ ബോർഡിൽ എങ്ങനെയെങ്കിലും ഇൻവോൾവ് ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ശബരിമലയുടെ കാര്യം കൂടെ പറഞ്ഞാൽ മറ്റേ ഇൻവോൾവ് ചെയ്യാൻ പറ്റില്ല. ഈ മുസ്ലിം വിരോധം ഹിന്ദുക്കളെ നശിപ്പിക്കും. ഞാൻ സ്വാമിജിയെ വെല്ലുവിളിക്കുന്നു. നാളെ മാർഷൽജി മൈക്ക് എടുത്തുകൊണ്ട് ഇന്ന് തിരുവനന്തപുരത്തുള്ള കുമ്മനം രാജശേഖരന്റെ അടുത്ത് നമുക്ക് പോവാം. അദ്ദേഹത്തോട് ചോദിക്കാൻ വാവൂർ സ്വാമി ഉണ്ടോ ഇല്ലയോ എന്ന്. കുഴപ്പമില്ലല്ലോ. കേരളത്തിലെ ഏറ്റവും മുതിർന്ന RSS പ്രവർത്തകൻ ഒരാളായ ഒരു ഹിന്ദു ഐക്യവേദിയായ BJPയുടെ പ്രസിഡന്റ്. ഇതിന്റെ പ്രശ്നം കള്ളം പറയാണ്. ഹിന്ദുത്വം കള്ളം മുസ്ലിം ക്രിസ്ത്യൻ വിരോധം വർഗീയത മനസ്സിൽ കയറി ബാക്കിയുള്ളവരെ നശിപ്പിച്ചാലും ബാക്കിയുള്ളവരെ നശിപ്പിച്ചിട്ട് ഹിന്ദുത്വം ഉണ്ടാകുന്നത്